നിങ്ങൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അശാന്തിയുടെ പൊടിപടലങ്ങളാൽ നേറിപ്പുകയുന്ന മനുഷ്യജന്മങ്ങൾ, സമത്വത്തിനായി വാദിക്കുന്ന രാഷ്ട്രീയ ആചാര്യന്മാർ, കലുഷിതമാകുന്ന വിദ്യാഭ്യാസ രംഗങ്ങൾ, അധർമ്മത്തിന്റെ കൊടുലുത്ത് നടത്തുന്ന ഭരണാധികാരികൾ എന്നുവേണ്ട ആകപ്പാടെ അലങ്കോലമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് നടുവിലും ക്രൂശിക്കപ്പെട്ട നസറേനായ യേശുക്രിസ്തുവിനെ ഈ ഉച്ചഭാഷണിലൂടെ സവിസ്തരം ഉയർത്തിക്കാണിപ്പാൻ സർവകൃപാലുവായ മഹാദൈവമൊരുക്കുന്ന സാവകാശങ്ങളെയും പദവികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ചാരത്തും ദൂരത്തും വീടുകളിലും ബീജുകളിലും വഴിയോരങ്ങളും ഒക്കെയായി നിന്നുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം സവിനയം ശ്രദ്ധിക്കുന്ന നല്ലവരിൽ നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും ഊഷ്മളമായ അഗൈരവമായ ഞങ്ങളുടെ ക്രിസ്തീയ സ്നേഹാഭിവാദനങ്ങൾ ഏറെ സന്തോഷത്തോടെ പ്രിയരെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. ഭാരതം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഭാരതീയരായ നമ്മെ സംബന്ധിച്ച് വല്ലാത്തൊരു വൈകാരിക ഉണർവ് നൽകുന്ന സംഗതി തന്നെയാണ്. എന്താണ് പ്രിയമുള്ളവരെ ഭാരതം എന്ന വാക്കിന്റെ തനതായ അർത്ഥതലം? ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം നാം പരിശോധിച്ച് പഠിക്കുമ്പോൾ പ്രകാശത്തിൽ രമിക്കുന്നത് എന്നതാണ് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ത്യ എന്ന് മറുപേരുള്ള മനോഹരമായ നമ്മുടെ ഭാരതം, ലോക ജനസംഖ്യയിൽ 1ാമത്തെ സ്ഥാനമെന്ന ഖ്യാതി നേടിയിട്ടുള്ള നമ്മുടെ ഭാരതം, രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനം അവലംബിക്കുന്ന നമ്മുടെ ഭാരതം, മൂല്യാധിഷ്ഠിതമായ ഭരണ സംവിധാനം വഴി ഭരണചക്രം മുന്നോട്ട് തിരിക്കുന്ന നമ്മുടെ ഭാരതം, ഒന്നുകൂടി പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ കഴിയുന്ന നമ്മുടെ ഈ ഭാരതം, നീളം കൂടി നദികളാലും ഇനി നീളം കുറഞ്ഞ നദികളാലും, വീതി കൂടി നദികളാലും വീതി കുറഞ്ഞ നദികളാലും, സഹ്യപർവ്വതങ്ങളാലും ഹിമാലയ പർവ്വതങ്ങളാലും, പീഠഭൂമികളാലും സമഭൂമികളാലും വിദേശികരെ പോലും ഹഠാത് ആകർഷിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ അഴക് കൂട്ടുന്ന, മാറ്റു വർദ്ധിപ്പിക്കുന്ന, ഭംഗി കൂട്ടുന്ന സന്തോഷമില്ലാത്ത, ഇനി ജീവിതം വേണ്ട, ഇനി ആത്മഹത്യ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തിജീവിതങ്ങൾക്ക് ഇങ്ങനെയുള്ള സുവിശേഷ സന്ദേശം കൊണ്ട് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്, രോഗമില്ലാത്തവർക്ക് വൈദ്യനെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആത്മഹത്യക്ക് തയ്യാറായി ഇരിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കും.